കേശു മീനും എന്തായി താൻ ഇറങ്ങിയ പോവാണോ? ഏയ് ഇനിയിപ്പോ എന്തായാലും വൈകുന്നേരമായിട്ട് ഇറങ്ങണുള്ളൂ. എന്തേ ഞാൻ നിൽക്കണോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്തൊരു ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടില്ലല്ലേ. പിന്നെ തന്റെ ഷൂട്ടും കാര്യങ്ങളും മറ്റേ അഭിനയം ഒക്കെ എങ്ങനെ പോണു? നന്നായിട്ട് പോണോ? ആ പിന്നെ അന്നത്തെ പ്രാങ്കിന് ശേഷമേ ഞാൻ 2-3 തവണ തന്റെ 2-3 ഷോർട്ട് ഫിലിം ഒക്കെ ഞാൻ കണ്ടായിരുന്നു. കണ്ടോ, നല്ല രസമുണ്ട്, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. എന്തായാലും താൻ അഭിനയിച്ച് വലിയൊരു നടിയാവും. അപ്പൊ നമ്മളെ മറക്കല്ലേ. എന്നേക്കാൾ നല്ലോണം എന്തായാലും കേശു അഭിനയിക്കണേ. എന്തൊരു അടിപൊളിയായിട്ടാ വിഷമൊക്കെ മറച്ചു വെക്കണത്. അപ്പം വിഷമത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് മറച്ചു വെച്ചല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വിഷമിക്കുന്ന കണ്ടു കഴിഞ്ഞാ എന്റെ വീട്ടുകാർക്ക് വിഷമവും, അതെനിക്ക് സഹിക്കും. മാത്രമല്ല ഇവിടുത്തെ അവസ്ഥ എല്ലാരും അറിഞ്ഞിട്ടില്ല. ശിവാനിയൊക്കെ അറിഞ്ഞു കഴിയുമ്പോ എന്തു പോകുന്നു ദൈവം തമ്പുരാൻ അറിയാം. കേശു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. സത്യത്തിൽ മെർലിൻ ആത്മാർത്ഥമായിട്ടാണോ കേശുവിനെ സ്നേഹിച്ചത്? ആത്മാർത്ഥത അല്ലേ? ആത്മാർത്ഥമായിട്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഈ മനുഷ്യന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഡിപ്പെൻസ്. എനിക്ക് വലിയ ഫിലോസഫി ഒന്നും അറിയാൻ പാടില്ല, എന്നാലും സാധാരണക്കാരുടെ മനസ്സ് വായിക്കറിയാം. കേശു എന്തായാലും മെർലിൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതെന്ന് എനിക്കറിയാം. എനിക്ക് അതങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റൂല. കാരണം എന്താ, എനിക്ക് എന്നെ അത്രയ്ക്ക് വൃത്തിക്ക് അറിഞ്ഞൂടാ. തനിക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും എന്റെ നെഗറ്റീവ് വശങ്ങൾ അറിഞ്ഞു. കേശു, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നണേ ഈ കാര്യത്തിൽ മെർലിനാണ് നഷ്ടം. യേശുവിന്റെ ഫാമിലി എന്തൊരു അടിപൊളി ഫാമിലിയാ. മെർലിൻ എങ്ങാനും ഈ വീട്ടിലോട്ട് കയറി വന്നിരുന്നെങ്കിൽ ഈ പഴയ ആൾക്കാർ പറയുന്ന പോലെ രാജകുമാരിയെ പോലെ ജീവിക്കായിരുന്നു. രാജകുമാരി അല്ലേ? ആ പറഞ്ഞിട്ട് കാര്യമില്ല, ചേരേണ്ടവർ തമ്മിലല്ലേ ചേരുള്ളൂ. ആ ഉടയമ്പര ഓരോ നീതി വെച്ചിട്ടുണ്ട്, അതേപോലെ അല്ലേ നടക്കും. പിന്നെ ഉടയതമ്പുരാൻ ഇതൊക്കെ എഴുതി വെക്കലല്ലേ പണി. പിന്നെല്ലാ പുള്ളിക്ക് എന്തൊരു പണി? പുള്ളി ഇങ്ങനെ ഓരോ എഴുതി വെക്കും, അതൊക്കെ ഇങ്ങനെ മുകളിലിരുന്ന് കണ്ട് രസിക്കും. പുള്ളിക്ക് വേണ്ട ഒരു ഫണ്ട്. കേശു ഭയങ്കര വിശ്വാസിയാണല്ലേ? വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി മാത്രമുള്ളതൊന്നും ഇന്നേവരെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. പിന്നെ യുക്തിക്ക് മുകളിലാണല്ലോ വിശ്വാസം. ഞാൻ ആദ്യമായിട്ടാ കേശുവിന് ഇങ്ങനെ കാണണേ. സാധാരണ എന്തൊരു ഹാപ്പി ആയിട്ട് ഇരിക്കാറ്. വല്ലപ്പോഴും ഇങ്ങനെ മാറണ്ടേ അല്ലേ? പിന്നെ എന്തൊരു മനുഷ്യൻ. കേശു ആയോണ്ട് ഇങ്ങനെ സഹിച്ചു പിടിച്ചിരിക്കണേ. ഞാനെങ്ങാനായിരുന്നെങ്കിൽ ഒന്നുമില്ല, ഉള്ളിൽ അടക്കി പിടിച്ചിരുന്നേ പറ്റുള്ളൂ. അതാണ് ജീവിതം. ോ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ട്? അങ്ങനെ വെച്ചാ ഇതുവരെ ആയിട്ടില്ല. ഇത് പേടിയാണോ? പേടിയാണോന്ന് വെച്ചാ പേടിയുണ്ട്. പക്ഷെ ഈ സ്നേഹിക്കാനൊക്കെ ഇഷ്ടാ. ഓ, ഈ സ്നേഹം എന്ന് പറയണത് ഭയങ്കര സംഭവം. സത്യം പറഞ്ഞ അതൊരു ചുഴിയാണ്. അതിലിങ്ങനെ നമ്മൾ പെട്ടു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഇങ്ങനെ കാണും, പുറത്തിറങ്ങാൻ പറ്റും. കേശു പറഞ്ഞ പോലെ ഉടയതമ്പുരാൻ എന്താ എഴുതി വെച്ചേക്കണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം. കേശു ഇങ്ങനെ വിഷമിച്ചിരിക്കണ്ട. കേശുവിന് ഇഷ്ടപ്പെടുന്ന കുറെ പേര് കേശുവിന് ചുറ്റുമുണ്ട്.
ഞാനും വരുന്നു.